പെണ്ണും പൊറാട്ടും പടം കണ്ടിറങ്ങി. IFFKയിൽ ഈ പടം കണ്ട കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ ഈ പടം നീ ഒന്ന് കണ്ടു നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മുതലൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എനിക്ക്. ആൻഡ് ഇതിൻ്റെ റീസെൻറ്റ് ടീസർ പരിപാടികളൊക്കെ കണ്ട ടൈമിലും ഇതെന്തോ ഒരു ഐറ്റം ഉള്ളതാണല്ലോ എന്നുള്ളൊരു ഫീൽ വെച്ചിരുന്നു. എസ്പെഷ്യലി ആ ഒരു പാലക്കാട് സ്ലാങ് ബേസ് ചെയ്ത് പാലക്കാട് വളരെ ആ ഒരു ലോക്കൽ വൈബിൽ പിടിച്ചിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ എനിക്ക് പടം വർക്കാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം വർക്കാവും എന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. ഈ പടത്തിൻ്റെ ഒരു മെയിൻ സാധനത്തിലേക്ക് വരാം. ഡയറക്ടർ രാജേഷ് മാധവൻ, ആക്ടർ രാജേഷ് മാധവനാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ പടത്തിൽ വളരെ ചെറിയൊരു ഭാഗത്ത് വന്നു പോകുന്നുണ്ട് ടുവാർഡ്സ് ദ എൻഡിൽ. ഒരു ഡോഗിൻ്റെ ലൈഫിൽ നിന്ന് തുടങ്ങുന്ന ഒരു പരിപാടി. ഓക്കെ, പാലക്കാട് ഒരു ഗ്രാമം. ഈ ഗ്രാമം പാലക്കാട് ആംബിയൻസ് അവരൊരു പഴയ അല്ലെങ്കിൽ എന്താ പറയുക കുറേ കാലം മുന്നേ പോകുന്ന ചിന്താഗതിയുള്ള നാട്ടുകാരും നാടും എന്നുള്ളൊരു വൈബ് കൊണ്ടുവരാനാണ് കാണിച്ചതെന്നുണ്ടെങ്കിലും സ്റ്റിൽ വാട്സാപ്പ് ഉണ്ട്, ഗ്രൂപ്പ് ചാറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ പരിപാടികളും അങ്ങനെ ഒരു സൈഡിൽ വേറെയുണ്ട്. ബട്ട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും ചിന്തകളും ആ സൊസൈറ്റി ആ ഒരു സിനിമയെ കാണിച്ചിരിക്കുന്ന ഒരു കൂട്ടം നാടും അതിലെ ആൾക്കാർക്കൊക്കെ ഏതോ നൂറ്റാണ്ടിലെ ചിന്താഗതിയും ഇപ്പോഴും ആണും പെണ്ണും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഒരു കുൽസിത ആംഗിളും അങ്ങനെ പോകുന്ന ഒരു നാട്. അതിൻ്റെ പേരിൽ കച്ചറ ഉണ്ടാവുക, ലഹള ഉണ്ടാവുക, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടോൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ പടത്തിൻ്റെ. അതിനൊരു ഡോഗിൻ്റെ സ്റ്റോറി, ഒരു മൃഗം ഇതിലെങ്ങനെ സഫർ ചെയ്യുന്നു, നമ്മുടെ ഈ ഇത്രയും എന്താ പറയുക ഒരുമാതിരി ചിന്താഗതിയുള്ള സൊസൈറ്റിക്കകത്ത് ഇവിടുത്തെ മൃഗങ്ങൾ എങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്യുന്നു, അവരെങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് സർവൈവ് ചെയ്യണത് എന്നുള്ളത്. ഒരു ഡോഗിൻ്റെ ആ ഡോഗിനെ വെച്ചത് മുതൽ ഒരു ഡാൽമേഷ്യനും പിന്നെ വേറെ എനിക്ക് തോന്നുന്നു ഡോബർമാൻ എങ്ങാണ്ട് ക്രോസ് ആവുന്നുണ്ടാവും സാധനം, അത് വെച്ചത് മുതൽ രാജേഷ് മാധവൻ്റെ ഒരു തരം എനിക്കതൊരു ബ്രില്യൻസ് ആയിട്ട് തോന്നിയിട്ടാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു 45 days ഉള്ളപ്പോൾ കൊണ്ടുവന്നൊരു ഡോഗിനെ ഒരു 1.5 വയസ്സ് വലുതാവുന്നത് വരെ ഒരു കാത്തിരുന്നു പോകുന്നു. കാരണം ആ കുട്ടിയായ ഡോഗിൻ്റെ ആ ഒരു സെയിം സ്പോട്ടും പാറ്റേണൊക്കെയാണ് ഈ ഡാൽമേഷ്യൻ ഡോഗിന് അതിനകത്ത് കാണാൻ പറ്റിയത്. അങ്ങനെ ഡോഗിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ആദ്യം കാര്യങ്ങൾ തുടങ്ങുകയാണ്. ആ പേഴ്സ്പെക്റ്റീവിൻ്റെ അകത്ത് തന്നെ ആ നാട്ടിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് അങ്ങോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവും. ഈ ഡോഗ് ഇരിക്കുന്ന വീട്ടിലൊരു ചേച്ചി, ആ വീട്ടിലേക്ക് വരുന്നൊരു മാഷിൻ്റെ ക്യാരക്ടറും, അങ്ങനെ സിനിമയിലെ കുറേ ക്യാരക്ടറും ഇവരുടെയൊക്കെ ഒരു ലൈഫിൻ്റെ ഒരു ആർക്കും അങ്ങോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവും. ഇത് മൊത്തത്തിൽ ഒരു ദിവസം നടക്കുന്നൊരു കഥയാണ്. അതിൽ തന്നെ ഇപ്പം ആ നാട്ടിൽ പാലക്കാട് ഈ പറഞ്ഞ വില്ലേജ് ഏരിയയിലൊക്കെ പറയുന്ന ഒരുപാട് ടേംസ് ഉണ്ട്, വാക്കുകളുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ കല്യാണത്തിന് മുമ്പ് നാട്ടുകാരെ വിളിച്ചു കൂട്ടി കാശ് വാങ്ങി ബിരിയാണി കൊടുക്കുന്ന പരിപാടി, അതിനൊക്കെ വേറെ ഒരു പേരൊക്കെയാണ് ഈ പടത്തിനകത്ത് പറയുന്നത്. അപ്പം അങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, കളിക്ക് മാത്രമേ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ ഹാപ്പനിങ്സ്. ഇതാണ് ഈ ഒരു പടം. അപ്പോൾ ഫസ്റ്റ് ഹാഫിലൊക്കെ രസമാണ്. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫോക്ക് ഒരു ടച്ച് ഉണ്ട് ഈ സാധനത്തിന്. പല സൈഡിൽ നിന്ന് നോക്കിയാലും കുറേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തതാണെന്നുണ്ടെങ്കിലും ആ ഗ്രാമം കാണിക്കുന്നതാണെന്നുണ്ടെങ്കിലും ചില ഫ്രെയിമിനകത്തൊക്കെ ആ ഗ്രാമവും അവിടുത്തെ ആൾക്കാരുടെ ചിന്താഗതിയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൂടി നമുക്ക് അതൊരു വൈബ്, എനിക്ക് ഭയങ്കര വൈബ് സെറ്റായിട്ടുണ്ടായിരുന്നു ഈ പടത്തിനകത്ത്. അങ്ങനെ പടം തുടങ്ങി ഒരു പാലക്കാടൻ സ്ലാങ്ങിൽ ടോണ് പിടിച്ച് പടം ഇങ്ങനെ പോവുകയാണ്. ഒരു നല്ല പേസിൽ പടം പോയി. ടുവേർഡ്സ് ദി ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു എൻഡ് ആകുമ്പോഴത്തേക്ക് കുറച്ച് വലിഞ്ഞൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്, എന്തടുത്തത് സംഭവിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഈ നാട്ടിൻപുറത്ത് നടക്കുന്ന പരിപാടികൾ നമുക്ക് ഭയങ്കര പ്രിഡിക്റ്റബിൾ ആണല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രിഡിക്റ്റബിൾ എലമെൻറ്റ് ഇതിനകത്തുണ്ട് എന്നുള്ളത് ഇതിനൊരു രസംകൊല്ലിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും പടം ആ ഒരു പേസ് പിക്കപ്പ് ചെയ്തു. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഹാപ്പനിങ് ആണ്. ഓക്കെ, നായയുടെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി ലൈന് പോകുന്നു, കല്യാണ വീടും ചുറ്റിപ്പറ്റിയ ഒരു സ്റ്റോറി ലൈൻ പോകുന്നു. അങ്ങനെ മനുഷ്യന്മാർ കാണിക്കുന്ന കോലാഹലവും മൃഗങ്ങളോട് കാണിക്കുന്ന കോലാഹലവും മൃഗങ്ങൾ നാട് വിട്ടു പോകുന്നൊരവസ്ഥയായിട്ട് പടം ഇങ്ങനെ സെക്കൻഡ് ഹാഫ് ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയി കിട്ടി. പിന്നെ ഇതിൽ കാര്യമായിട്ട് എടുത്തു പറയാൻ കുറേ ആൾക്കാരുടെ പേരൊന്നും അറിയാൻ പാടില്ലല്ലേ, കാരണം ഇതിൽ മേജർ നെയിംസ് ഒന്നും ഇല്ല. രാജേഷ് മാധവൻ തന്നെയാണ് ഇതിൻ്റെ ഒരു എടുത്തു പറയാനുള്ള ഡയറക്ടർ പേര് മാത്രമല്ല, പിന്നെ അതിൽ അഭിനയിച്ച ഒരു പേരെടുത്ത് പറയാനുള്ളത്. പിന്നെ എൻ്റെ അറിവിൽ ഞാൻ ഇവരുടെ പേരൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഈ IMDb കണ്ടത് സുഭാഷ് ചന്ദ്രൻ, റൈന രാധാകൃഷ്ണൻ, അവർ പിന്നെ ചാരു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത അവർ കുറച്ച് പടത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ നമ്മൾ പല പടങ്ങളിലും കണ്ട
അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് ഒക്കെ എല്ലാവരും പാലക്കാട് സ്ലാങ് എല്ലാം പാലക്കാടുള്ള തോന്നുന്നു ഭയങ്കരമായിട്ട് എന്താ ഉണ്ണി ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഇങ്ങനെ ആയിപ്പോയി ഈ പടം കണ്ടിട്ട് അങ്ങനെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ആ രീതിയിൽ നമ്മൾ പടം കഴിഞ്ഞാൽ ആയിപ്പോവും. അതിൽ ഈ ആദ്യം ഫസ്റ്റ് ഹാഫിൽ ഒരു ചെക്കനാണ് ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത്. ഓൻ്റെ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷന് ചാടിപ്പോണ ഒരുത്തനാ. ഓൻ്റെ അമ്മയുടെ ഒരു ക്യാരക്ടർ ചെയ്ത 36 അമ്മാതിരി വൈബ് അറിയുമോ, ചാടിത്തുള്ളി നിൽക്കണ്, ഒരു രക്ഷയില്ലാതെ നിൽക്കണം അവരൊക്കെ. ചമൻ ചാക്കുവാണ് എഡിറ്റർ. എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്, ഫ്രെയിമുകൾ അടിപൊളിയാണ്, സിനിമാറ്റോഗ്രാഫി ഭയങ്കര രസമുണ്ട്. എനിക്ക് ആകെ കുറച്ച് പ്രഡിക്റ്റബിളും പിന്നെ കുറച്ചൊരു വലിഞ്ഞ ടോണിലും ആയതുകൊണ്ട് മാത്രമാണ് ഒരു ഇത്തിരിയെങ്കിലും ഈ പടത്തിൽ നിന്ന് ശ്രദ്ധ മാറിയിട്ടുണ്ടായിരുന്നത്. ബട്ട് അല്ലാത്ത പക്ഷം എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആണ്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഈ മണ്ണിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു വൈബ്. അതായത് അപരാധവും കുൽസിതൊക്കെ ഒരു സൈഡിലുണ്ട്, ഇതിൻ്റെ പേരിൽ ചുമ്മാ നാട്ടുകാരുണ്ടാക്കുന്ന കുറേ പരിപാടികൾ. പക്ഷെ ആ ലൈനാന്നും പറയാൻ പറ്റില്ല, മനസ്സിലായോ? അതായത് ഒരു ഗ്രാമപ്രദേശത്ത് അവരാരും ഒന്നും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ അവർ ഒരു ആണ് പെണ്ണിനോട് സംസാരിക്കുന്നത് വരെ അവർക്ക് വേറൊരു ആംഗിളിൽ കാണാൻ പറ്റാത്ത സ്ഥലത്ത് ലാസ്റ്റ് എല്ലാവരും കൂടി ഇരുന്ന് ഇതിലൊരു കല്യാണ വീട്ടിലിരുന്നൊരു കോംപ്രമൈസ് ആക്കുന്ന സീനുണ്ട്. അതിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ പടം കാണണം. അതിനകത്തുനിന്ന് അങ്ങോട്ട് അപരാധം തുടങ്ങും. നീ മറ്റോടത്ത് പോയി ഒളിഞ്ഞു നോക്കിയില്ലടാ, നിന്നെ മറ്റോടത്ത് നോക്കിയില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അന്യായ സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ആകെ മൊത്തം എനിക്കൊരു വൈബ് അടിച്ച പടം. നമുക്ക് അങ്ങനെ പോയിരുന്ന് ഭയങ്കര എക്സ്പെക്റ്റേഷനൊന്നും നിങ്ങൾ പോയി കാണരുത്. ഭയങ്കര അത്ര എക്സ്ട്രീം എക്സ്പെക്റ്റേഷനിൽ പോയി കാണാൻ പറ്റുന്നൊരു പടമല്ല. ആ ഒരു പാലക്കാടൻ ബെൽറ്റിൽ നടക്കുന്ന ആ ഒരു ടോണിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ ഇപ്പം ഇത് റെലവൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് സൊസൈറ്റിയിൽ നടക്കുന്നത്. മനസ്സിലായി? ഇത് ഭയങ്കര പണ്ട് കുറേ കാലം മുമ്പ്, ഇപ്പോഴും പാലക്കാട് ഗ്രാമങ്ങൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നുണ്ട്. പാലക്കാടും കാസർഗോഡും ഒക്കെ ആയിട്ട് കുറേയധികം ഗ്രാമസ്ഥലങ്ങളിൽ ഇപ്പോഴും ആളുകൾ ഈ ഒരു ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ഇതേപോലത്തെ സംസാരങ്ങളും ഈ രീതിയിലുള്ള ഹാപ്പനിങ്സൊക്കെ അവരുടെ ലൈഫിൽ നടക്കാറുണ്ടാവും. അപ്പം അങ്ങനെ പോകുന്നൊരു സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിനകത്ത് ആ ഡോഗിൻ്റെ ലൈന് പറഞ്ഞത് ആക്ച്വലി ഡോഗിൽ നിന്ന് തുടങ്ങി പിന്നെ ആ നാട്ടിലൊരു കോഴികളെ ചുട്ടരിക്കുന്ന പരിപാടി ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൽ അങ്ങനെ ഇൻസൈഡ് സാധനം റീഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ കാണിക്കുന്ന മൃഗങ്ങളെല്ലാവരും അതൊരു വേറെ സാധനമുണ്ട്. മൊത്തത്തിൽ അങ്ങനെ ഒരു ലൈൻ വേണമെങ്കിൽ അങ്ങനെയും വായിച്ച് വിടാൻ പറ്റും നമുക്ക്. എന്തായാലും രാജേഷ് മാധവൻ അത്ര മോശമാക്കിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി വർക്കാണ്. രവിശങ്കർ എന്നുള്ള ആളാണ് റൈറ്ററായിട്ട് IMDbയിൽ കാണിക്കുന്നത്. എന്താണെങ്കിലും കൊള്ളാം, ഒരു നൈസ് എഫേർട്ടാണ്. ആൻഡ് പാലക്കാടൻ ഔട്ട് ആൻഡ് ഔട്ട് പാലക്കാടൻ ടോണ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിങ്ങനെ ഓർഡിനറിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ബിജു മേനൻ, എന്തത് അങ്ങനെ കുറേ മൈന്യൂട്ട് സാധനങ്ങളുണ്ട് വരെ, അതൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ നമ്മളെ മൂവി റിവ്യൂ ചെയ്യുന്ന ആദിത്യ ചെറ്റുവിനെ വിളിക്കുമ്പോൾ തന്നെ ഞാനും സ്നേഹം ഇങ്ങനെ പറയുന്നുണ്ട്, മൂപ്പര് എവട്ടങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. അയാൾക്ക് എന്താ റോൾ കൊടുക്കുക, അയാൾ പാലക്കാട്ടുകാരനുണ്ടോ, അയാൾ റോൾ കൊടുത്തായത്. പാലക്കാടൻ ഭാഷ എന്തായാലും സെറ്റായിട്ടുണ്ട് ഇതിനകത്ത്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, ബാക്കി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക. ഒരു സോഷ്യൽ ജഡ്ജ്മെൻറ്റ് അങ്ങനെ ഒരു സാധനമൊക്കെ പറയുന്ന ഒരു മോബ് മെൻറ്റാലിറ്റി, അതൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരു പടം. ഓക്കെ.